എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഓണ സീസണൊക്കെ ആണല്ലേ, ഞങ്ങൾക്കും ഇവിടെ ഓണമുണ്ട്. ഒരു കുഞ്ഞു പരിപാടിയാണ്, ബട്ട് അടിച്ചു പൊളിക്കാന്നുള്ള പ്രതീക്ഷയാണ്. എൻ്റെ ജർമ്മനിയിലെ ഫസ്റ്റ് ഓണമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ട്. സോ സാർലാൻഡ് എന്ന് പറയുന്ന ജർമ്മനിയിലുള്ള ഒരു കുട്ടി സ്റ്റേറ്റിലാണ് ഞാനുള്ളത്. സോ ഇവിടെ ഈ സ്റ്റേറ്റിൽ അധികം മലയാളീസ് ഒന്നുമില്ല. എല്ലാം കുറച്ച് മലയാളീസുമായിട്ട് നമ്മളൊരു ചെറിയ പരിപാടിയല്ല, വലിയൊരു പരിപാടി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. സോ നാളെയാണ് പരിപാടി. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളിങ്ങനെ ജർമ്മൻ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടേതായ ഒരു ഫെസ്റ്റ് ആദ്യമായിട്ട് ഞാനിവിടെ വന്നിട്ട് കൂടുന്നത് ഈ വരാൻ പോകുന്ന ഓണത്തിനാണ്. സോ നമ്മളിങ്ങനെ കല്യാണ പരിപാടിക്കൊക്കെ കല്യാണത്തിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് കല്യാണ തലേന്നായിരിക്കുമല്ലോ. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. അതായത് സാരി നോക്കുക, ധാവണി നോക്കുക, ചെക്കന്മാരെല്ലാവരും മുണ്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അതിൻ്റെയൊക്കെ തകൃതിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പം ഞാൻ കുറച്ച് വിഷ്വൽസ് അങ്ങനെ കാണിച്ചു തരാം. എവലു എക്സൈറ്റഡ് ആണോ ഓണത്തിന് പോവാൻ? സിമ്പിൾ ആയിട്ടിരിക്കണം. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഔട്ട്ഫിറ്റ് വളരെ സിമ്പിൾ ആണ്. മാല തപ്പുന്നു അനുചേച്ചി. Are you guys excited for ഓണം? എന്താ എക്സൈറ്റ്മെന്റ് നാട്ടിലില്ലല്ലോ. അളവെടുക്കണം. ഞാൻ നാളെ ഇടാൻ പോകുന്നത് സാരിയും ധാവണിയും സംഭവങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഈ ഫ്രോക്ക് നിങ്ങൾക്ക് കാണുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇതാണോ എന്ന് തോന്നും. ബട്ട് ദിസ് ഫ്രോക്ക് ഈസ് വെരി സ്പെഷ്യൽ ടു മീ. This is a saree from my grandmother. Like she passed away like one year ago. അപ്പോൾ ഞാൻ എൻ്റെ ഗോഡ് മദർ കൂടെയാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സാരി പണ്ടത്തെ ഒരു സാരിയാണ്. ഇറ്റ്സ് ലൈക്ക് വെരി ഓൾഡ്. അപ്പോൾ ആ ഒരു സാരി ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്ത് തയ്പ്പിച്ചതാണ് ഒരു ഫ്രോക്കായിട്ട്. നാളെ ഞാൻ അതാണ് വെയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. അപ്പോൾ ഇനി അത് മതി. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ഭയങ്കര തിളക്കവും ഇതൊന്നുമില്ല, കുറച്ച് ഡൾ ഫാബ്രിക് ആണത്. ബട്ട് ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് സന്തോഷം, അതല്ലേ എൻ്റെ സന്തോഷമല്ലേ വലുത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഇടുന്നത്. ആൻഡ് ട്രഡീഷണൽ ജിമിക്കി സംഭവങ്ങളോടൊന്നും ഞാൻ പോകുന്നില്ല, ബിക്കോസ് ജിമിക്കി ഇട്ട് മടുത്തു. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ഫോർ ചാന്ദ് ബാലിയ. സോ അതൊക്കെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അപ്പം കാണിക്കാം. ഓക്കെ, ഗൈസ്. Retinol mask. അപ്പം ഞാൻ കുളിച്ചു. നമുക്ക് ഒരു ഫേസ് മാസ്കും അല്ലെങ്കിൽ പിന്നെ ഒരു അണ്ടർ ഐ പാച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, കണ്ണൊക്കെ കയറിയിരിക്കുന്നുണ്ടോ? മറ്റേ കുഞ്ഞുകൂനലിൽ മറ്റേ സലീംകുമാറിൻ്റെ കണ്ണ് പോലെയാണ്. ASMR. ഇത് മേക്കപ്പിനൊക്കെ മുന്നേ അണ്ടറയിൽ വെച്ചാൽ മതി. അതൊന്ന് പിടിച്ചേ. റെക്കമെൻഡ് ചെയ്യാം. വെള്ളം ഇങ്ങനെ ചെയ്തിട്ട്
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പരിപാടി. ടൈം ഇപ്പോൾ 7:20 സോ നമുക്ക് റെഡിയാവാം. ലിസ്റ്റിക്കോ ചിരിക്ക്. എത്ര നേരത്തെ ഒരുങ്ങിയാലും വൈകൂലോ പോകാനാവുമ്പോൾ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരുങ്ങി വരാൻ നല്ല ടൈമായി. സോ നമുക്ക് ഉദ്ദേശിച്ച അത്ര വലിയ ചൂടില്ല കേട്ടോ, തണുപ്പില്ല കേട്ടോ. ബസ് ഹലോ ഗായ്സ്, എത്ര നേരത്തെ ഒരുങ്ങിയാലും അവസാനം മുട്ടുപൊക്കി ഓടാനേ എൻ്റെ ഓടും. ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ജാക്കറ്റോടെ ഇട്ട് സാരിയോട് നടക്കുന്നത് ഭയങ്കര കോമഡിയാണ്. ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓണപ്പരിപാടിക്ക് പോവാം. അയ്യോ, ശബരിമലയുടെ പടി കാരണം ഹാപ്പി ഓണം. എൻ്റെ പേര് റിയാറായി. ഹലോ, ഹാപ്പി ഓണം. എൻ്റെ പേര് റിയ. ഇതെൻ്റെ ഫസ്റ്റ് ഓണമാണ്. ഞാനിവിടെ ഞാനും സാങ്മെന്റിൽ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ 11th month in Germany. ഞാനും അസൂബിയാണ്. ജർമ്മനിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഇതിനു മുമ്പ് ഞാൻ നാട്ടില് കാലിക്കറ്റ് ആണ്. കൂടത്തായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് വന്നിട്ട് ജർമ്മനി എന്താ അല്ലേ, ഹലുവയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. സാരിയില്ല, നമുക്കിന്ന് സദ്യ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ പേര് അപർണ. ഞാനും ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ എറണാകുളത്ത് നിന്ന് ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആണ്. സദ്യ കഴിക്കാൻ പോകുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഓണപ്പരിപാടി, സാർലാൻഡ് ഓണം.
ഒരു കുഞ്ഞു പരിപാടിയായിരുന്നു. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ വർഷത്തെ ഫസ്റ്റ് ഓണം, എൻ്റെ ജർമ്മനിയിലെ ഫസ്റ്റ് ഓണം. ആൻഡ് താങ്ക് യു ഓൾ സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വ്ലോഗ്. മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.